പായസം ഉണ്ടാക്കാൻ പോകട്ടോ. ഇന്നത്തെ പ്രത്യേകത അറിയാലോ, എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇത് പെരുന്നാളല്ല, ഞാൻ ജനിച്ച ദിവസമാണ്. എന്നാലും കുറച്ച് പായസം ഉണ്ടാക്കാൻ തോന്നി. പുതിയ വീട്ടിലെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ മാത്രം നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് എല്ലാ സെലിബ്രേഷൻസും കൊണ്ടുപോകാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കിയാലോ. പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലുണ്ടല്ലോ, പൂജയുടെ ആവശ്യങ്ങൾക്ക് പായസം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൽ പായസം ഉണ്ടാക്കാം. ഓക്കെ, ഇത് എൻ്റെ വേ ഓഫ് പ്രിപ്പറേഷനാണ്. എല്ലാവരും ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ളൊരു പായസം പ്രിപ്പറേഷൻ ഒന്നും അല്ല. എന്നാലും ഒരു തട്ടിക്കുട്ട് പായസമൊക്കെ പെട്ടെന്ന് ആർക്കെങ്കിലും ചെയ്യണം തോന്നിയാൽ ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ മീൻസ് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ പാല് പൊട്ടിച്ചൊഴിക്കാൻ പോവാണേ. പായസം ഉണ്ടാക്കാൻ ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ. ഞാനെന്നല്ല ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ജീവിതത്തിലൂടെ പഠിച്ചു വരില്ലേ ഓരോ കാര്യങ്ങളും. ഇത് ഞാനൊരു എക്സ്പേർട്ടൊന്നുമില്ല, പിന്നെ ട്രൈ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പായസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ പോലും ഒരേ ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ചെയ്യുന്ന രീതികൾ സെയിം ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ടേസ്റ്റ് സെയിം ആവണമെന്നില്ല. എനിവേസ് ലെറ്റ്സ് ട്രൈ. എന്നിട്ട് ഇവിടെ തേജ് സ്കൂളിൽ പോയി. എനിക്കിന്ന് എക്സാം ഡ്യൂട്ടി ഇല്ലായിരുന്നു, അതാണ് ഞാൻ പോയില്ല. പിന്നെ സുജേട്ടൻ ജോലിക്ക് പോയി. ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് സുജേട്ടൻ പോയത്. അതുവരെ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബഹളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന വലിയ ടാസ്ക്കാണ്. അപ്പോൾ പാല് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് തിളച്ച് വറ്റി വരണം. അപ്പോഴേക്കും നമ്മൾ സാമഗ്രികളൊക്കെ ഇടാം. ഓക്കെ, വേറൊരു പാൻ ഞാനിവിടെ വെക്കണ്ടേ. എന്തിനാണെന്നറിയാമോ, കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യണം. എന്നിട്ട് ഒരു ചെറിയ പരിപാടി നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഈ സ്പൂൺ കണ്ടോ ഗൈസ്, നമ്മളിവിടെ പാല് കാച്ചലിന് പാൽ ഇളക്കിയതാണ്. അപ്പോൾ ഇതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആവട്ടെ അല്ലേ. നമുക്ക് വെച്ച് ഒന്ന് പാല് സെർവ് ചെയ്ത് കൊടുക്കാം. അയ്യോ, ഞാൻ സ്പൂൺ ഇവിടെ വെക്കണ പ്ലേറ്റ് ഇപ്പോൾ ഞാൻ കുറച്ചും വാഷ് ചെയ്ത് അപ്പോഴത്തേക്ക് വെച്ചു. ഞാൻ എടുത്തിട്ട് വരാവേ. തൽക്കാലത്തേക്ക് ഇതാട്ടോ ഞാനിങ്ങനെ സ്പൂണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തെ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇതുപോലെ ഇവിടെ ആവില്ല. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇതൊരു സൈഡിൽ വെച്ചേക്കും. നമുക്കിത് കരിഞ്ഞ് പോകാണ്ട് കാരമലൈസാക്കി എടുക്കണം. പാല് ഞാൻ ഒത്തിരിയും പാല് വാങ്ങിച്ചിട്ടില്ല. നമുക്ക് കുഴലിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ചാണ് കാരമലൈസ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ കാരമലൈസ്ഡ് ആയിട്ട് കിട്ടണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ചെറിയ അടുപ്പിൽ വെച്ചിട്ടേ പാലിപ്പോഴൊന്നും തളക്കാൻ ലക്ഷ്യമില്ല. അപ്പം ഞാനത് കുറച്ച് വലിയ ഇതിനകത്തോട്ട് മാറ്റുവാണ്. പരിപാടികൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കാം. ഇതിലേക്ക് ഞാൻ അത് ഇടും കേട്ടോ, ക്ഷമില്ല തീരെ മുമ്പോട്ടു. അങ്ങനെ ഞാൻ കാരമലൈസ്ഡ് ആയിട്ട് കിട്ടിയ ആ ഒരു ലിക്വിഡ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണ്. ആക്ച്വലി എനിക്ക് പേടിയാവുന്നുണ്ട്, കാരണം ഈ പാലിൽ എന്തോ ഒരു സുഖമില്ലായ്മ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരും വിഷയം എനിക്കറിയില്ല, ഇവിടെ പാലൊരു 2 ആഴ്ച വാങ്ങിച്ച് പിറ്റേ ദിവസം അത് തിരിഞ്ഞു പോവാം പഞ്ചസാര കുടിക്കുമ്പോഴേ. അതാണ് എനിക്കൊരു പേടിയുണ്ട് ഒഴിക്കാനായിട്ട്. എനിക്കിതൊന്ന് ഒരുമാതിരി പറ്റിയിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ പണി കിട്ടിയാലോ. ഇപ്പോൾ വരെ കുഴപ്പമൊന്നുമില്ല. ചൂടെടുക്കുന്നു ഗായ്സ്. ഞാൻ രണ്ടും കൽപ്പിച്ച് പായസത്തിലേക്ക് കാരമലൈസ് ഒഴിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ പാലടയുടെ കളർ നോക്കിക്കേ, കറക്റ്റ് പിങ്ക് കളർ. നിങ്ങൾക്ക് അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല, അതിനകത്ത് ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഇത് വറ്റ ടൈപ്പ്. സോറി, മിൽക്ക് മെയ്ഡ് ഇല്ലാതെ എന്ത് പായസം. ഇത് വലിയ ടിന്ന് മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ച് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കണം. മാത്രമല്ല വലിയ ടിന്നൊക്കെ വാങ്ങിച്ചാൽ ഇവിടെ ഒരു മധുര കുതിച്ചും എന്നിട്ട് വാങ്ങിച്ചു വെക്കാറില്ല. കൂടുതലും അങ്ങനെ സ്വീറ്റ്സ് ഒന്നും അങ്ങനെ വാങ്ങിച്ചു വെക്കാറില്ല, കാരണം വാങ്ങിച്ചു വെച്ച് ഇട്ടാൽ കുഴപ്പം. അവൾ തന്നെ പിന്നെ ഭയങ്കര വിശപ്പായിട്ട് വിശക്കും ഇൻ ദ സെൻസ് വേറെ ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ല, ചോറ് കറി ഇതിനോടൊന്നും ഒരു വിശപ്പില്ല. പക്ഷേ സ്വീറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഇങ്ങനെ ചോദിക്കുന്നു. അതുകൊണ്ട് ഇത് ഞാൻ സേഫായിട്ട് വാങ്ങിച്ചാണ്. കുറച്ച് ബാക്കി ഉണ്ടാവും, അത് കുഴപ്പമില്ല നോക്കാം. പക്ഷെ വലിയ ടിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ്. അത് പിന്നീട് ഇങ്ങനെ തന്നെ പിന്നെ മണ്ണ് തിരിഞ്ഞു അത് തന്നെ കഴിക്കണം. എപ്പോഴും നോ പറഞ്ഞ് ഇങ്ങനെ വഴക്കിട്ടോണ്ടിരിക്കണമെന്ന് വിചാരിച്ച് കുറേ ഒന്ന് കണ്ടത്. പക്ഷെ അതാണ് നമ്മൾ ചെയ്യുന്ന കുഴപ്പം. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും വഴക്ക് വന്നുകൊണ്ടിരിക്കും.
അങ്ങനെ നമ്മുടെ പായസം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടോ. പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്ത് പായസം സെറ്റാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ഇതൊന്ന് സെറ്റ് ഒന്ന് ഇരുന്ന് ഒന്ന് കൂടണം, അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ തൽക്കാലത്തേക്ക് ഇത് മിക്സ് അല്ലേ, പായസം മിക്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇതെന്താണെന്ന് അറിയാം മെസ്സേജസ് വരുന്നത്. ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് ഒരുപാട് വിഷസ് വരുന്നുണ്ട് ഫ്രം ഫ്രണ്ട്സ്, എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ ഫാമിലിയാണ് എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഇതിന് മുന്നേ പഠിപ്പിച്ചവരും കുറേ ഇയേഴ്സായി പഠിപ്പിച്ച് കഴിഞ്ഞവരൊക്കെ ഒരു ദിവസം ഒരു മൊമെൻറ്റെങ്കിലും എന്നെ വിഷസ് അറിയിച്ച് എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഉള്ളൊരു ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഇങ്ങനെ വിഷസ് പറയുമ്പം ഹാപ്പി ബർത്ത്ഡേ മൈ ബെസ്റ്റ് ടീച്ചർ, ഹാപ്പി ബർത്ത്ഡേ മൈ ഫേവറേറ്റ് ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. അതിനപ്പുറം എനിക്ക് അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ പിള്ളേരെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഓരോ ബാച്ചസിനെ പഠിപ്പിച്ച് കഴിയുമ്പം എനിക്കൊരു വിഷമം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയും, നിങ്ങൾ എന്ത് കൊള്ളാത്ത ബാച്ചാണ്, ചിലരൊക്കെ നല്ല ബാച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അവർ ഓരോ ബാച്ചസ് ഇറങ്ങുമ്പോൾ നമുക്കുള്ളിലൊരു ഫീലിംഗ്. നമ്മൾ ടീച്ചേഴ്സിന് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. എല്ലാ ടീച്ചേഴ്സും എൻ്റെ പോലെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് എംപത്തറ്റിക് ആണ് പൊതുവെ, ഫീലിംഗ്സ് ഇച്ചിരി കൂടുതലാണ്. അതാണ് എന്താണെങ്കിലും അവരൊക്കെ എന്നെ വിഷ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ ലവിങ് മീ. അപ്പോൾ എൻ്റെ ഈ പായസം കുടിക്കാൻ ഇവിടെ വരുന്നവർക്ക് ഞാൻ പൈസ കൊടുക്കുന്നതായിരിക്കും, അല്ലാതെ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ പിന്നെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പുറകെ പിന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.